வந்துட்டாரா? Hi guys, Flying Fox by പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റെഡ്മി നോട്ട് 11 റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് റെഡ്മി നോട്ട് 11. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു അൺബോക്സിങ് ചെയ്യണം. നമ്മൾ നേരത്തെ അൺബോക്സിൻ്റെ ഷോട്ട് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ചെറുതായിട്ട് വീണ്ടും ഒന്ന് അൺബോക്സിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇതാണ് മൊബൈല്. ഇത് നമുക്ക് ഇതിനകത്ത് കൂടെ കിട്ടിയത് ഒരു 33 വാട്ടിൻ്റെ ഒരു മൊബൈൽ ചാർജറാണ് കിട്ടിയത്. വേറെ ഒന്നും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് അതിൻ്റെ ചെറിയൊരു കവറും ഉണ്ട്, പിന്നെ ചെറിയൊരു കാറ്റലോഗും ഉണ്ട്. വേറെ ഒന്നും നമുക്ക് ഇതിനകത്തില്ല. ചെറിയ കാറ്റലോഗാണ്. ഫോണല്ലേ വെക്കണം. അപ്പു 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 വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ അടക്കല്ലേ, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ അടക്കല്ലേ. ഇത്രയും സാധനങ്ങളാണ് ഇതിലൂടെ കിട്ടിയത്. ഇതാണ് മൊബൈൽ. ഇതാണ് റെഡ്മി നോട്ട് 11. റെഡ്മിയുടെ 11 സീരീസിലുള്ള മൊബൈലാണ്. നോട്ട് 11 ആണ്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മൊബൈലാണ്. ഒരു ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറയൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇത് നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ആണ്. ഇതിൽ സെറ്റിങ്സ് ഒക്കെ നല്ല സെറ്റിങ്സ് ആണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. അപ്പം എബോട്ട് ഫോണിൽ MIയുടെ 13 ഗ്ലോബൽ വെർഷനാണ് ഉള്ളത്. ഞങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് 120 GB റാം 8 GB ആണ്. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ഇത് നല്ല ഇതാണ്. ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ ഒക്ടാകോർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.53 ഇഞ്ചിലാണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ നല്ലൊരു ഗെയിം കളിക്കാനൊക്കെ നല്ലൊരു സെറ്റാണ്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച ശേഷമുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേറൊന്നും പലരും പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഇത് വാങ്ങരുത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് ഇഷ്ടം. നല്ലൊരു മൊബൈലാണ്. അപ്പോൾ 108 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിന് വരുന്നത്. മെയിനായിട്ട് ഒരു ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ 108 മെഗാപിക്സലും ബാക്കി ഒരു 8 മെഗാപിക്സലിനും 2 മെഗാപിക്സലിനും 2 ക്യാമറയാണുള്ളത്. പിന്നെ സൈഡിലോട്ട് വന്ന ഈ സൈഡിലാണെങ്കിൽ ഒരു സിം ട്രേ മാത്രമാണുള്ളത്. പിന്നെ മുകൾ ഭാഗത്താണെങ്കിൽ ഒരു ഓഡിയോ ജാക്കും പിന്നെ ഒരു സ്പീക്കറും പിന്നെ ഒരു മൈക്കിൻ്റെ പോർട്ടാണുള്ളത്. പിന്നെ അടിഭാഗത്ത് വന്നാൽ നമുക്ക് ടൈപ്പ് സി കേബിൾ എടുക്കാനുള്ള ചാർജിങ് പോർട്ടും പിന്നെ വീണ്ടും ഒരു സ്പീക്കർ പോർട്ടും പിന്നെ ഒരു മൈക്ക് പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഡുവൽ സ്റ്റീരിയോയും ഡുവൽ മൈക്കും ഉണ്ട്. അതാണ് ഇതിൻ്റെ വെക്കുക. സൈഡിലോട്ട് വന്നാൽ ഇതിൻ്റെ ഫിംഗർ എന്നാണ് സൈഡ് മൗണ്ടിട്ടാണ്. സൈഡ് മൗണ്ട് ഫിംഗറായ നമ്മുടെ സൈഡിൽ വെള്ളം വെച്ചാൽ അതിനെ ഓപ്പൺ ആവുകയും ലോക്ക് ആവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ മുകൾ വശത്തായിട്ടാണ് വോളിയം ബട്ടൺ വരുന്നത്. അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ പോളാർ വൈറ്റ് ആണ്. പക്ഷേ പോളാർ വൈറ്റ് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. വെയിലടിച്ച് കഴിഞ്ഞാൽ ഇതൊരു നീല കളറും ഒരു റോസ് കളറൊക്കെ ആവാനുള്ള ചാൻസ് ആണ്. അങ്ങനത്തെ ഒരു ഗ്ലോസിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു റെഡ്മിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയത് 31 വാട്ടിൻ്റെ ഒരു സ്റ്റൈലിഷ് ആയൊരു ചാർജറാണ്. ചാർജർ കേബിളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയത് ഒരു കവറാണ്. അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു കവറാണ് കിട്ടിയത്. ആ കവറിലും ഡിസൈൻ ബൈ റെഡ്മി എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൊബൈല്. മൊബൈലിലെ ഫങ്ഷൻസ് ഇത്രയാണ്. നമുക്ക് മൊബൈല് നമുക്ക് സെറ്റിങ്സ് കയറി ഇതാണ് എബൌട്ട് ഫോണ്. ഇതിൻ്റെ ഫങ്ഷൻസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ ക്വാളിറ്റി നോക്കിയാൽ ഞാൻ അടിപൊളി ക്യാമറ ക്വാളിറ്റിയാണ്. ഞാൻ ഇതിൽ നേരത്തെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഞാനിത് മൊബൈലിലെടുത്ത പിക്ചറാണ്. എനിക്ക് നല്ല ക്യാമറ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. നല്ല ബ്ലർ ചെയ്ത് നല്ല ക്ലിയറായിട്ട് ഫോട്ടോ എടുക്കാൻ വലിയ ക്യാമറ ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. എടാ ഈ
ഞാൻ വേറെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇത് ഞാൻ ഈ ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്. അടിപൊളി ഫോട്ടോസാണ്. നല്ലൊരു മൊബൈലാണ്, നിങ്ങൾക്ക് എടുക്കാൻ ഇഷ്ടപ്പെടുകയാൽ എടുക്കുക. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ പ്രൈസ് ആണെങ്കിൽ ഒരു 18 രൂപയൊക്കെ ആവും. ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു 18,500 19 രൂപയ്ക്ക് സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് എടുക്കാം. ഇത് അടിപൊളി സെറ്റാണ്. സെറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല, മാരക സെറ്റാണ്. റെഡ്മിയുടെ 11 സീരീസിലുള്ള 11, 11S, 11 Pro ഇതെല്ലാം ഇതേ മോഡലാണ്. പക്ഷേ 11 മാത്രം 64 മെഗാപിക്സൽ ക്യാമറയാണ്. 11Sഉം 11 Proയ്ക്കും 108 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ റാം വരുന്നത് 108 GB-യും റോം വരുന്നത് 120 GB-യാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 11T എന്ന് പറയുന്ന മോഡലിൻ്റെ താഴത്തെ മോഡലാണിത്, 11 Note S. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്പൂസ് അത് വൈൻഡപ്പ് ചെയ്യുകയാണ്.